Hi all, welcome to Wings to Win Education. ആദ്യമായിട്ട് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപോളി ആൻഡ് അതർ മാർക്കറ്റ് ഫോംസ് ലൈക്ക് മോണോപ്സണി, ഡിയോപ്സണി ആൻഡ് ബൈലാറ്ററൽ മോണോപോളി. പ്രധാനമായിട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനുമാണ് ഉള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നതാണ് മൊണോപോളിയും മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും ഒലിഗോപോളിയും എല്ലാം. അതുകൂടാതെ അതർ മാർക്കറ്റ് ഫോംസ് ആയിട്ട് മോണോപ്സണിയും ഡിയോപ്സണിയും ബൈലാറ്ററൽ മോണോപോളിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മോണോപ്സണി എന്താണെന്നും ഡിയോപ്സണി എന്താണെന്നും ഒരു ടേം എന്താണെന്നും മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ബൈലാറ്ററൽ മോണോപോളി എന്ന് പറയുന്നത് ഡിയോപ്സണിനേക്കായും മോണോപ്സണിനേക്കായും കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബൈലാറ്ററൽ മൊണോപോളിയെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ മൊണോപോളി എന്ന് പറയുന്ന ഒരു സെഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനിലേക്ക് കിടക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ്: ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടായിരിക്കും. ഹൊമോജീനിയസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഹൊമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കും അവർ സെയിൽസ് നടത്തുന്നത്. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്, എപ്പോൾ വേണമെങ്കിലും ആ ഒരു മാർക്കറ്റിലേക്ക് ഏതൊരു ഫേമിനും എൻട്രി നടത്താവുന്നതും അതിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പോവാവുന്നതുമാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് ദി മെയിൻ എയിം ഓഫ് ദി ഫേം. നോ ഗവൺമെൻറ് റെഗുലേഷൻസ്, ഗവൺമെൻറ്റിൻ്റെ യാതൊരു തരത്തിലുള്ള റെഗുലേഷനും ഉണ്ടായിരിക്കില്ല. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് പെർഫെക്റ്റ്ലി മൊബൈലായിരിക്കും. നെക്സ്റ്റ്, ഇക്വിലിബ്രിയം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, ലോങ് റൺ ഇക്വിലിബ്രിയം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കണ്ടീഷനും ലോങ് റൺ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കണ്ടീഷനുമാണ്. മാത്രമല്ല ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഒരു ഫേം ഒരുപക്ഷെ പ്രോഫിറ്റ്, ലോസ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇങ്ങനെ പലതും നേടാം. അത് ഷോർട്ട് റണ്ണിലും അത്തരത്തിലുള്ള കണ്ടീഷനിൽ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും വ്യത്യസ്തമായിരിക്കും. എങ്ങനെയാണ് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഇക്വിലിബ്രിയം സംഭവിക്കുന്നതെന്നും എങ്ങനെയാണ് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഒരു ഫേമിന് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിൽ ഇക്വിലിബ്രിയത്തിലെത്തുന്നതെന്ന് നോക്കാം. ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം ഇൻ ദി ഷോർട്ട് റൺ. A firm is in equilibrium when it maximizes its profit, defined as the difference between total cost and total revenue. ഒരു ഫേം അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കാണുന്ന ഒരു ഫേമിൻ്റെ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പൈ എന്ന് പറയുന്നത്. ഈ ഫേം പ്രോഫിറ്റ് മാക്സിമത്തിലെത്തുന്നത് അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് എങ്ങനെ സംഭവിക്കുന്നു? TRും TCയും തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും കൂടുതലാവുന്ന സമയത്താണ് ആ ഫേം ഏറ്റവും പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നത്. ദെൻ പ്രോഫിറ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? പൈ എന്ന് സൂചിപ്പിക്കുന്നത് പ്രോഫിറ്റ്, TR മൈനസ് TC. TR മീൻസ് ടോട്ടൽ റവന്യൂ ആൻഡ് TC മീൻസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദാറ്റ് ഫേം. TRൽ നിന്നും ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കാണുന്നത്. Firm is in equilibrium when it produces the output that maximizes the differences between total cost and total revenue. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫേം അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും തമ്മിലുള്ള ഡിഫറൻസസ് ഏറ്റവും കൂടുതലാവുന്ന സമയത്താണ്. ദി ഇക്വിലിബ്രിയം ഷോസ് ഗ്രാഫിക്കലി ഇൻ 2 ways. ഇങ്ങനെ ഷോർട്ട് റണ്ണിലെ ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയത്തെ രണ്ട് രീതിയിൽ അനലൈസ് ചെയ്യാൻ കഴിയും. ഏതർ ബൈ യൂസിങ് TR ആൻഡ് TC കേർവ്സ് ഓർ MC ആൻഡ് MR കേർവ്സ്. ഒന്നെങ്കിൽ TR കേർവും TC കേർവും യൂസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കാണാം. അല്ലെങ്കിലോ MC കേർവും MR കേർവും യൂസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കാണാം. ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം യൂസിങ് TR ആൻഡ് TC കേർവ്സ്. TR കേർവും TC കേർവും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇക്വിലിബ്രിയം കാണുന്നതെന്ന് നോക്കാം. TR curve is a straight line through the origin. It shows that the price is constant at all levels of output. ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ TR കർവ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ
എങ്ങനെയായിരിക്കും? ഒറിജിനിലൂടെ കടന്നു പോകുന്ന, ഒറിജിനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ദി ഫേം ഈസ് എ പ്രൈസ് ടേക്കർ ആൻഡ് ക്യാൻ സെൽ എനി എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് അറ്റ് ദി ഗോയിങ് മാർക്കറ്റ് പ്രൈസ്. ഫേം, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം എന്ന് പറയുന്നത് പ്രൈസ് ടേക്കറാണ്. ദാറ്റ് മീൻസ് ആ ഫേമിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനുള്ള അധികാരമില്ല. ഇൻഡസ്ട്രിയിൽ ഏതാണോ പ്രൈസ്, ആ പ്രൈസിലാണ് ആ ഫേം അതിൻ്റെ പ്രോഡക്റ്റ് സെൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിലനിൽക്കുന്ന പ്രൈസിൽ എത്ര വേണമെങ്കിലും ആ ഒരു ഫേമിന് സെയിൽ നടത്താവുന്നതാണ്. സ്ലോപ്പ് ഓഫ് ദി ടി ആർ ഈസ് ദി മാർജിനൽ റവന്യൂ. ടി ആർ കർവിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ റവന്യൂ കർവ്. എം ആർ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈക്വൽ ടു പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. എം ആർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാത്രമല്ല അത് മാർക്കറ്റ് പ്രൈസിന് ഈക്വലുമായിരിക്കും. ദസ് ഇൻ പ്യുവർ കോമ്പറ്റീഷൻ എം ആർ ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു പി. അതുകൊണ്ട് തന്നെ പ്യുവർ കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എം ആർ കർവും എ ആർ കർവും പ്രൈസും ഡിമാൻഡ് കർവും എല്ലാം ഒന്നായിരിക്കും, സെയിം ആയിരിക്കും. Shape of the TC reflects the U shape of the AC, that is law of variable proportion. AC എന്ന് പറയുന്ന കർവിന് എന്ത് ഷേപ്പാണ്? യു ഷേപ്പാണുള്ളത് അല്ലേ? അത് ടി സി കർവിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷനാണ്. ഫേം മാക്സിമൈസസ് ഔട്ട്പുട്ട് അറ്റ് പോയിന്റ് എക്സി വേർ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ആർ ആൻഡ് ടി സി കർവ് ഈസ് ദി ഗ്രേറ്റസ്റ്റ്. ഈ ഒരു എങ്ങനെയാണ് ടി ആർ കർവും ടി സി കർവും യൂസ് ചെയ്തിട്ട് ഒരു ഫേം ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതെന്നാണ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത്. ടി ആർ കർവ് ഒറിജിനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈനാണ്. ഇതാണ് ടി സി കർവ് എന്ന് പറയുന്നത്. ചില സമയത്ത് യു ഷേപ്പും മറ്റൊരു സ്ഥലത്ത് ഇൻവേഴ്സ് യു ഷേപ്പൊക്കെ കാണിക്കുന്ന, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷന് കാരണം ഇങ്ങനെ സംഭവിക്കുന്ന ഒരു ടി സി കർവാണ് നമുക്ക് തന്നിട്ടുള്ളത്. ടി സി കർവും ടി ആർ കർവും ഈക്വൽ ആവുന്ന സ്ഥലങ്ങളാണ് ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ എക്സ് എയും എക്സ് ബിയും ഈ ഒരു പോയിൻറ്റ്സ് വരെ ടി സി കർവും ടി ആർ കർവും ടാൻജൻറ്റ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? എക്സ് എ ടു എക്സ് ബി എന്ന് പറയുന്നത് ഫേം പ്രോഫിറ്റാണ് അച്ചീവ് ചെയ്യുന്നത്. കാരണം ഈ സ്ഥലങ്ങളിൽ ഈ ഒരു എക്സ് എ ടു എക്സ് ബി ടി ആർ ഈസ് ഗ്രേറ്റർ ദാൻ ടി സി. ദാറ്റ് ഈസ് വൈ ഫേം എൻസ് പ്രോഫിറ്റ്. ദെൻ ഫേം അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമത്തിലെത്തുന്നത്, മാക്സിമൈസ് ചെയ്യുന്നത് എക്സ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണ്. എക്സ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ്? ടി ആർ കർവും ടി സി കർവും തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും കൂടുതലുള്ള ഔട്ട്പുട്ടാണ് എക്സ് ഇ എന്ന് പറയുന്നത്. ഈ എക്സ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡക്ഷൻ നടത്തിയാൽ ആ ഫേം എന്ത് സംഭവിക്കും? ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നേടാൻ കഴിയും. കാരണം ടി ആർ ഈസ് മോർ ആൻഡ് മോർ ഗ്രേറ്റർ ദാൻ ടി സി. ദെൻ ഇവിടെ എക്സ് എക്ക് മുമ്പ് ഈ ഒരു പോർഷൻ കാണിക്കുന്നത് എന്താണ്? ഈ ഡോട്ടഡ് പോർഷൻ കാണിക്കുന്നത് ടി ആർ ഈസ് ലെസ് ദാൻ ടി സി ഓർ ടി സി ഈസ് ഗ്രേറ്റർ ദാൻ ടി ആർ. ടോട്ടൽ കോസ്റ്റ് ടി ആറിനേക്കാളും കൂടുതലാണ്. ഇത് കാരണം എന്താണ്? ആ ഫേം ലോസ് നേടുന്നു, അല്ലെങ്കിൽ ആ ഫേമിന് ലോസ് ആയിരിക്കും ഈ ഒരു ഔട്ട്പുട്ടിൽ ലഭ്യമാവുന്നത്. ദെൻ ടി ആർ ഇവിടെ എക്സ് ബിക്ക് ശേഷം ടി ആർ ഈസ് ഓൾസോ ലെസ് ദാൻ ടി സി ഓർ ടി സി ഈസ് ഗ്രേറ്റർ ദാൻ ടി ആർ. ദാറ്റ് ഈസ് വൈ ദി ഫേം ഫേസസ് ലോസ് ആഫ്റ്റർ എക്സ് ബി. Before XA and after XB, the firm earns losses, and between XA and between XB, the firm earns profit. At XC, that firm maximizes its profits because that time TR is more and more greater than TC. ഇതാണ് ടി ആർ ആൻഡ് ടി സി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. നെക്സ്റ്റ് എം ആർ ആൻഡ് എം സി കർവ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം കാണുന്നതെന്ന് നോക്കാം. ഇൻ ദി ഷോർട്ട് റൺ എ ഫേം മേ ഫേസ് 3 സിറ്റുവേഷൻ. ഷോർട്ട് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം 3 സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് സിറ്റുവേഷൻസ്? ഫസ്റ്റ് വൺ ലോസ്, ദെൻ നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഷോർട്ട് റണ്ണിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിന് ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് ലഭിക്കാം, സൂപ്പർ നോർമൽ പ്രോഫിറ്റും ലഭിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ആ ഒരു ഫേം ഷോർട്ട് റണ്ണിൽ ഫേസ് ചെയ്തിരിക്കാം.
Whether the firm is in equilibrium does not necessarily mean that it make excess profit. അതായത് ഇക്വിലിബ്രിയത്തിൽ എത്തുക മീൻസ് എക്സസ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥം ഇല്ല. Whether the firm makes excess profits or losses depends on the level of ATC at the short run equilibrium. എക്സസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ATCനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഫിറ്റും ലോസും നിലനിൽക്കുന്നത്. If MC greater than MR, level of total profit is being reduced. MC MRനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും. കാരണം ഇറ്റ് പേസ് ദി ഫേം ടു കട്ട്സ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ആ ഫേം എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിൻ്റെ പ്രൊഡക്ഷൻ കട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം MC is greater than MR ആണ്. മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക. അതുകൊണ്ട് ആ ഫേം എന്ത് ചെയ്യണം? അതിൻ്റെ പ്രൊഡക്ഷനെ കട്ട് ചെയ്യണം. ദെൻ ഇഫ് MC ലെസ് ദാൻ MR, MC MRനേക്കാളും കുറവാണെങ്കിലോ ടോട്ടൽ പ്രോഫിറ്റ് ഹാസ് നോട്ട് ബീൻ മാക്സിമൈസ്ഡ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? മാക്സിമൈസ് ചെയ്യില്ല. ഇറ്റ് പേസ് ദി ഫേം ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട്. മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ MC ഈസ് ഈക്വൽ ടു MR. ഷോർട്ട് റൺ പ്രോഫിറ്റ് ആർ മാക്സിമൈസ്ഡ്. MCയും MRും ഈക്വൽ ആകുമ്പോൾ എന്ത് ചെയ്യും? ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ഒരു ഫേം ഷോർട്ട് റണ്ണിൽ, ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം ഷോർട്ട് റണ്ണിൽ 3 സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷനാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതറിയാം, P ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു D ആണ് എന്ത്? നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇതാണ്. ARനും MRനും പ്രൈസിനും ഈക്വൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കും. അതിനെ ഈ MRനെ എന്ത് ചെയ്യണം? MC ഈസ് ഈക്വൽ ടു MR ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പം 2 സ്ഥലങ്ങളിൽ ഇയിലും E' എന്ത് സംഭവിക്കുന്നുണ്ട്? MC ഈസ് ഈക്വൽ ടു MR സംഭവിക്കുന്നുണ്ട്. പക്ഷേ MC മസ്റ്റ് കട്ട്സ് MR ഫ്രം ബിലോ എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. MC എന്ത് ചെയ്യണം? MRനെ താഴെ നിന്നും കട്ട് ചെയ്യണം. ഇവിടെ നിന്ന് വരുമ്പോൾ മുകളിൽ നിന്ന് വന്നിട്ടാണ് MRനെ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇക്വിലിബ്രിയം പോയിന്റ് അല്ല. എന്ത് ചെയ്യണം? MC MRനെ താഴെ നിന്നും കട്ട് ചെയ്യണം. അതാണ് MC ഈസ് ഈക്വൽ ടു MR. ഈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വിലിബ്രിയം പോയിന്റ്. ഇത് P എന്ന് പറയുന്ന ഈ ഒരു OP പ്രൈസിൽ എന്ത് ചെയ്യും? XE എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലഭിക്കും. കാരണം നമ്മൾ പറഞ്ഞു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ATCനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ATC എന്ന് പറയുന്നത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആണ്. ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഈ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് AR കർവ്, ATCയും ACയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പ്രോഫിറ്റിനെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം MR ഈസ് ഈക്വൽ ടു AR ആണ്. അതുകൊണ്ട് ഈ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ എന്തിനേയും കൂടെ കാണിക്കുന്നുണ്ട്? ARനും ഈക്വൽ ആണ്. ഈ AR എന്ന് പറയുന്നത് വളരെ മുകളിലാണ്. പക്ഷെ അതിന് സമാനമായിട്ടുള്ള AC എന്ന് പറയുന്നത് വളരെ താഴെയാണ്. അതുകൊണ്ട് ARും ACയും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണ്. AR is more greater than AC. That is why the firm earns supernormal profit. This is the one of the situation. Here AR is equal to MR is equal to D is equal to P. MC cuts SATC at its minimum point. ATCനെ നമ്മൾ എപ്പോഴും ATCനെ MC കട്ട് ചെയ്യുന്നത് അതിൻ്റെ ATCൻ്റെ മിനിമം പോയിന്റിലായിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Both curves are U-shaped, reflecting the law of variable proportion which is operated in the short run. There are mainly 2 conditions to achieve equilibrium. MC is equal to MR and MC cuts MR from below. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. If the ATC is below the price at equilibrium, the firm earns excess profit PA/B എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ, ആ ഒരു ഏരിയയാണ് എന്തിനെ കാണിക്കുന്നത്? എക്സസ് പ്രോഫിറ്റിനെ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് ആണ്. ഒരു ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഇനി നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇവിടെ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ? ഇത് ഡിമാൻഡ് സപ്ലൈയും ഈക്വലാവുന്ന ഇൻഡസ്ട്രീൻ്റെ ഇക്വിലിബ്രിയമാണ് ഇത്. ഇവിടെയാണ് നമ്മുടെ ഫേമിൻ്റെ ഇക്വിലിബ്രിയം കാണിക്കുന്നത്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ഇതിൽ MR ഈസ് ഈക്വൽ ടു AC അല്ലേ? MR
ഈസ് ഈക്വൽ ടു എ സി. എം സി കട്ട്സ് എം ആർ ഫ്രം ബിലോ. അതെവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ക്യു ഇ ഔട്ട്പുട്ട് പി എന്ന് പറയുന്ന പ്രൈസിൽ ക്യു ഇ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പി എന്ന് പറയുന്ന പ്രൈസിൽ എന്ത് ചെയ്യും? വിൽപ്പന നടത്തും. അതാണ് എം സി ഈസ് ഈക്വൽ ടു എം ആർ കട്ട് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. നമുക്കറിയാം എം ആറും എ ആറും എ സിയും എല്ലാം എന്താണ്? ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ദ ഫേം എൻസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. എ സിയും എ ആറും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എന്താണ്? നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷനാണ് ആ ഒരു ഫേം ഫേസ് ചെയ്യുന്നത്. എ സി ഈസ് ഈക്വൽ ടു എ ആർ. ദാറ്റ് ഈസ് വൈ ദി ഫേം എൻസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. Then the last situation is loss situation. Loss situation എന്ന് പറയുമ്പോൾ ആ ഫേം എന്താണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ കണ്ടു, നോർമൽ പ്രോഫിറ്റിൻ്റെ കണ്ടു. ഇനി ലോസ് എങ്ങനെയാണ് ആ ഫേമിന് ഏൺ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നത് എന്താണ്? എം ആറും എം സിയും കട്ട് ചെയ്യുന്ന ഈ ഇ എന്ന് പറയുന്ന പോയിന്റിലാണ്. എക്സ് സി എന്ന് പറയുന്ന ഔട്ട്പുട്ട് പി എന്ന് പറയുന്ന പ്രൈസിൽ എന്ത് ചെയ്യും? വിൽപ്പന നടത്തും. പക്ഷേ പി എന്ന് പറയുന്ന പ്രൈസിന് വിൽപ്പന നടത്തിയാലും അവരുടെ കോസ്റ്റ് കവർ ചെയ്യുന്നില്ല. കാരണം അവരുടെ കോസ്റ്റ് കർവ് ഈസ് മോർ ആൻഡ് മോർ അപ്പർ അല്ലേ? എസ് എ ടി സി എന്ന് പറയുന്നത് എ ഐ ആർ കർവിനേക്കാളും കൂടുതൽ മുകളിലാണ്. കാരണം കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റവന്യൂ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈ ദി ഫേം എൻസ് ലോ സിറ്റുവേഷൻ ഇൻ ദി ഷോർട്ട് റൺ. ഈ പി എഫ് സി എന്ന് പറയുന്ന പോർഷൻ എന്താണ്? ഫേമിൻ്റെ ലോസിനെയാണ് കാണിക്കുന്നത്. ഇതാണ് ഫേമിൻ്റെ ലോ സിറ്റുവേഷൻ. കാരണം ഈ എന്ന് പറയുന്ന ഈ പോയിന്റ് എം ആർ ഇസ് ഇക്വൽ ടു എ ആർ ആണല്ലോ. ഇവിടെയാണ് എ ആർ വരുന്നത്. എ സി അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എസ് എ ടി സി എന്ന് പറയുന്ന കേവ് മുകളിലാണ് കാണിക്കുന്നത്. എ ആറിന് മുകളിലാണ്. ദാറ്റ് ഈസ് വൈ ദി ഫേം എൻ ലോസ് ഇൻ ദി ഷോർട്ട് റൺ. ഇതാണ് ലോ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രി ഇൻ ദി ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലെ ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. In perfectly competitive market, the equilibrium price of the commodity is determined at the intersection of the market demand curve and the market supply curve of the commodity. Short run equilibrium of the industry എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് കർവും മാർക്കറ്റ് സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനാണ് എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എക്സ്പ്ലൈൻഡ് ഇൻ ദി ഫിഗർ ബിലോ. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഈ ഒരു ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്ന ഡിമാൻഡ് കർവും അപ്വേർഡ് സ്ലോപ്പ് ചെയ്യുന്ന സപ്ലൈ കർവും കാണിച്ചിട്ടുണ്ട്. ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ടാൻജൻ ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ക്യൂ ബാർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട്, ക്യൂ ബാർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഒ പി ബാർ എന്ന് പറയുന്ന പ്രൈസിൽ എന്ത് ചെയ്യണം? എല്ലാ ഫേംസും വിൽപ്പന നടത്തണം. അതാണ് ഇൻഡസ്ട്രീൻ്റെ ഇക്വിലിബ്രിയം കാണിക്കുന്നത്. Given the price of the commodity, the perfectly competitive firm can sell any quantity of the commodity at that price. The firm will produce where MR is equal to MC. അതായത് നമ്മൾ കണ്ടിട്ടില്ല, ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ എന്ത് ചെയ്യും? ഇൻഡസ്ട്രി പ്രൈസ് തീരുമാനിക്കും. ആ പ്രൈസ് ആയിരിക്കും ഓരോ ഫേമും എന്ത് ചെയ്യേണ്ടത്? വിൽപ്പന നടത്തേണ്ട പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസിൽ ഒരു എല്ലാ ഫേമിനും എന്ത് ചെയ്യാനാവും? എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും സെയിൽ ചെയ്യാൻ കഴിയും. ദ ഫേം വിൽ പ്രൊഡ്യൂസ് വെർ എം ആർ ഈസ് ഈക്വൽ ടു എം സി എന്നുള്ളതാണ്. ഫേം എന്ത് ചെയ്യണം? എം ആർ ഈസ് ഈക്വൽ ടു എം സി എന്നുള്ള പോയിന്റ് ഈക്വൽ ആവുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും ഫേം പ്രൊഡ്യൂസ് നടത്തുക. എന്നിട്ട് ആ ഒരു ഇൻഡസ്ട്രി നിശ്ചയിച്ചിട്ടുള്ള പ്രൈസിൽ വിൽപ്പന നടത്തും. ദിസ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ഈ ഒരു ഫിഗറാണ് അതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്. The right panel of the figure shows the short-run market supply curve S and a hypothetical market demand curve for the commodity. ഈ ഒരു റൈറ്റ് പാനൽ എന്തിനെ കാണിക്കുന്നു? ഇൻഡസ്ട്രീൻ്റെ സപ്ലൈ കർവിനെയും ഡി എന്ന് പറയുന്ന ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ്. ആദ്യം 35 എന്നുള്ള പ്രൈസിൽ 350 പ്രൊഡ്യൂസ് ചെയ്തിട്ട് 35 എന്നുള്ള പ്രൈസിൽ വിൽപ്പന നടത്തുന്നു. ദിസ് കർവ് ഇൻ്റർസെക്ട് അറ്റ് പോയിന്റ് ഇ ഡാഷ് ആൻഡ് റിസൾട്ട്സ് ഇൻ ദി equilibrium price of 35 and the equilibrium quantity of 350. The left panel shows that at P is equal to 35, the perfectly competitive firm will produce 3.5 units. അല്ലേ? ലെഫ്റ്റ് പാനൽ എന്താണ് കാണിക്കുന്നത്? 35 എന്ന് പറയുന്ന പ്രൈസിൽ ഒരു ഫേം, ഇവിടെ ഫേമിൻ്റെ ഇക്വിലിബ്രിയമാണ്, ഇത് ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയമാണ്. ഈ ഫേം 35 എന്ന് പറയുന്ന പ്രൈസ് ആര് നിശ്ചയിച്ചു? ഇൻഡസ്ട്രി നിശ്ചയിച്ചു. ഇനി ആ പ്രൈസ് ആര് ഏറ്റെടുക്കും? ഈ ഒരു ഇൻഡസ്ട്രി
ഫേം ഏറ്റെടുക്കും. ഈ ഏതൊരു ഫേമും ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരുപാട് ഫേംസ് കൂടിയതാണല്ലോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയിലെ ഓരോ ഫേമും ഇൻഡസ്ട്രി തീരുമാനിച്ചിട്ടുള്ള പ്രൈസ് ഏറ്റെടുക്കും. അപ്പോൾ 35 എന്ന് പറയുന്ന പ്രൈസിൽ ആ ഒരു ഏതൊരു ഫേമിനും വിൽപ്പന നടത്താൻ പറ്റും. പക്ഷേ ഈ 35 എന്ന് പറയുന്ന പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അവർക്ക് സെയിൽ ചെയ്യാം. അവരെങ്ങനെയാണ് ക്വാണ്ടിറ്റി തീരുമാനിക്കുന്നത്? MR = MC എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് അവർ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഈ എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് നടത്തും. ഈ എന്ന് പറയുന്ന പോയിന്റിലാണ് MR = MC ഈക്വൽ ആവുന്നത്. അതുകൊണ്ട് 3.5 യൂണിറ്റ്സ് ആണ് ഓരോ ഈ ഒരു ഫേം ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഫ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് then shifted up to D dash, there would be a shortage of 100 units of the commodity at P = 35. അതായത് ഡിമാൻഡ് കർവ് D dash ആയിട്ട് ഈ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ, അതായത് ഡിമാൻഡ് ഉയർന്നാൽ എന്ത് സംഭവിക്കും? സപ്ലൈ കർവും ഡിമാൻഡ് കർവും കൂടെ ടാൻജൻറ്റ് ചെയ്യുന്നത് T dash എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. ഈ T dash എന്ന് പറയുന്ന പോയിന്റാണ് എന്ത് പറയുന്നത്? ഈ ഒരു ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? 350 നിന്നും 450 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 100ന്റെ ഷോർട്ടേജ് അവിടെ കാണുന്നുണ്ട്. ഔട്ട്പുട്ടിൻ്റെ ഷോർട്ടേജ് അവിടെ കാണുന്നുണ്ട്. ഈ T ഡാഷിൻ്റെ പ്രൈസ് എത്രയാണ്? T ഡാഷ് തീരുമാനിക്കുന്ന പ്രൈസ് എത്രയാണ്? 50 ആണ്. 35നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസ് അവിടെ നിലനിൽക്കും. കാരണം ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. E ഡാഷ് ടു T ഡാഷ് എന്ന് പറയുന്ന ഒരു ഷോർട്ടേജ് ഓഫ് സപ്ലൈ അവിടെ നിലനിൽക്കുന്നുണ്ട്. This would cause the equilibrium price to rise 50 and the equilibrium quantity to 400 units. അപ്പം ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? E ഡാഷിൽ നിന്നും D ഡാഷ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതിന് നേരെയുള്ള 400 ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അവിടെ തീരുമാനിച്ചു. കാരണം ഇവിടെ നേരത്തെ നമ്മൾ E എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ E സ്റ്റാർ ടു E ഡാഷ് എന്ന് പറയുന്ന ഒരു 350യിൽ നിന്നും 450 ആയിട്ടുള്ള ഔട്ട്പുട്ട് അവിടെ എക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കാരണം എന്ത് ചെയ്യും? പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ഔട്ട്പുട്ട് എത്രയായിട്ട് 400 ആയിട്ട് മാറുകയും ചെയ്യും. Then at P = 50, the perfectly competitive firm maximizes profits at point T by producing 4 units of output. അപ്പോൾ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം എന്ത് ചെയ്യും? വീണ്ടും അവരുടെ MR കർവ് ഷിഫ്റ്റ് ചെയ്യും. കാരണം Pയും MRും ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് P കർവും പ്രൈസും MR കർവും P ഡാഷ് = MR ഡാഷ് എന്നുള്ള ഈ ഒരു മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ പ്രൈസ് എത്രയാണ്? 50. ഇൻഡസ്ട്രിയുടെ തീരുമാനിച്ച പ്രൈസ് 50 ആയതുകൊണ്ട് ആ 50 എന്ന് പറയുന്ന പ്രൈസിൽ അവർ 4 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് നടത്തും. ഇങ്ങനെയാണ് ഇൻഡസ്ട്രി എന്ത് തീരുമാനിക്കുന്നത്? ഇക്വിലിബ്രിയം തീരുമാനിക്കുന്നതും ഈ ഒരു ഫേം ആ ഇക്വിലിബ്രിയത്തെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഇനി ലോങ് റൺ ഇക്വിലിബ്രിയം. നമ്മൾ ഇത്രയും സമയം ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഫേമും ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രിയുമാണ് കണ്ടത്. ഇനി ലോങ് റൺ ഇക്വിലിബ്രിയം നോക്കാം. ഫസ്റ്റ് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം. ഫേമിൻ്റെ ലോങ് റൺ ഇക്വിലിബ്രിയം നോക്കാം. In the long run, the firms will be earning just normal profits. ലോങ് റണ്ണിൽ എന്ത് ചെയ്യുള്ളൂ? ഒരു ഫേം നോർമൽ പ്രോഫിറ്റ്സ് മാത്രമേ അച്ചീവ് ചെയ്യൂ. നമ്മൾ ഷോർട്ട് റണ്ണിൽ 3 സിറ്റുവേഷൻ കണ്ടിരുന്നു അല്ലേ? ഒരു ഫേം വേണമെങ്കിൽ ഷോർട്ട് റണ്ണിൽ ലോസ് ആവാം, നോർമൽ പ്രോഫിറ്റ് ആവാം, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആവാം. പക്ഷേ ലോങ് റണ്ണിൽ ഒരു ഫേം ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് മാത്രമേ അച്ചീവ് ചെയ്യുള്ളൂ. If they are making excess profits, new firms will be attracted in the industry. കാരണം എക്സസ് പ്രോഫിറ്റ്, ഒരു ഫേം എക്സസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്താൽ എന്ത് ചെയ്യും? അത് ഇൻഡസ്ട്രിയിലുള്ള മറ്റു ഫേമിനെ അല്ലെങ്കിൽ മറ്റു ഫേംസിനെ അട്രാക്ട് ചെയ്യും. ദിസ് വിൽ ലീഡ് ടു എ fall in price and upward shift to the cost curves. ഇതെന്ത് ചെയ്യും? പ്രൈസിനെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കും. അതായത് പ്രൈസിനെ കുറക്കും, പ്രൈസ് ഫോൾ ചെയ്യും. ദെൻ കോസ്റ്റ് കർവുകൾ എന്ത് ചെയ്യും? അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു എക്സസ് പ്രോഫിറ്റ് അവിടെ ഇല്ലാണ്ടാവും. ദീസ് ചേഞ്ചസ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ദി LAC is tangent to the demand curve defined by the market price. LAC ഡിമാൻഡ് കർവിനെ ടാൻജൻറ്റ് ചെയ്യുന്ന ആ ഒരു AC = AR എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഏത് പ്രോസസ്സ്? കോസ്റ്റ് കർവുകൾ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയും പ്രൈസ് കുറയുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ലോങ് റണ്ണിൽ കണ്ടിന്യൂ ചെയ്യും അപ് ടു LAC = AR.
If the firms make losses in the long run, they will leave the industry, price will rise and cost may fall. ഇനി അതർവൈസ് ലോസസ് ആണ് ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേംസും ഓരോ ഫേംസും ലോസസ് ഫേസ് ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഫേംസ് എന്ത് ചെയ്യും, ആ ഇൻഡസ്ട്രിയിൽ നിന്നും ലീവ് ചെയ്യും, എക്സിറ്റ് ചെയ്ത് പോകും. ആ സമയം എന്ത് ചെയ്യും, പ്രൈസ് റൈസ് ചെയ്യും, കോസ്റ്റ് ഫോൾ ചെയ്യുകയും ചെയ്യും. അതും ഏതുവരെ കണ്ടിന്യൂ ചെയ്യും, AR ഈസ് ഈക്വൽ ടു AC എന്ന് പറയുന്ന ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് കവർ ചെയ്യുന്ന ഒരു പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അറ്റ് ലോങ് റൺ ഇക്വിലിബ്രിയം SMC ഈസ് ഈക്വൽ ടു LMC ഈസ് ഈക്വൽ ടു LAC ഈസ് ഈക്വൽ ടു LMC ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു MR. ലോങ് റൺ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ നോർമൽ പ്രോഫിറ്റാണ് ലഭിക്കുന്നത്. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈക്വൽ ആവണം. SMCയും LMCയും LACയും LMCയും Pയും MRും ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ. LMC കട്ട്സ് LAC അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റ്. LAC എന്ത് ചെയ്യും, LACയുടെ മിനിമം പോയിന്റിലാണ് LMC അതിനെ കട്ട് ചെയ്ത് പോകുന്നത്. SMC കട്ട്സ് SAC അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റ്. SACനെ SMC അതിൻ്റെ SACയുടെ മിനിമം പോയിന്റിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അത് എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കും. ACയുടെ മിനിമം പോയിന്റിലായിരിക്കും MC കട്ട് ചെയ്തിട്ട് പോവുക. ഇതാണ് നമ്മുടെ ലോങ് റൺ ഇക്വിലിബ്രിയം കാണിക്കുന്നത്. അറ്റ് ലോങ് റൺ ഇക്വിലിബ്രിയം SMC ഈസ് ഈക്വൽ ടു LMC ഈസ് ഈക്വൽ ടു LAC ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു SAC. LMC cuts LAC at its minimum point and SMC cuts SAC at its minimum point. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ LACയുടെ മിനിമം പോയിന്റിൽ LMC കട്ട് ചെയ്ത് പോകുന്നു, SACയുടെ മിനിമം പോയിന്റിൽ SMCയും കട്ട് ചെയ്ത് പോകുന്നു. ഇതെല്ലാം ഈക്വൽ ആവുന്ന P ഈസ് ഈക്വൽ ടു LAC ഈസ് ഈക്വൽ ടു LMC ഈസ് ഈക്വൽ ടു SAC ഈസ് ഈക്വൽ ടു SMC ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു എല്ലാം സെയിം ആവുന്ന ഈ ഒരു പോയിന്റാണ് ലോങ് റൺ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫേം എന്താണ് ഏൺ ചെയ്യുന്നത്, നോർമൽ പ്രോഫിറ്റ്, ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത്. കാരണം SAC ഓർ LAC ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു ഷോർട്ട് റണ്ണിലെ ആവറേജ് റവന്യൂവും ലോങ് റണ്ണിലെ ആവറേജ് റവന്യൂവും. ദാറ്റ് മീൻസ് AR നമ്മളെല്ലാം പൊതുവായിട്ട് കോമൺ ആയിട്ട് AR എന്ന് പറയുന്നു. അത് SACക്കും LACക്കും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് ആണ് ലോങ് റണ്ണിൽ ഒരു ഫേം അച്ചീവ് ചെയ്യുന്നത്. ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രി, നമ്മൾ ഫേമിൻ്റെ ഇക്വിലിബ്രിയമാണ് കണ്ടത്. ഇനി നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ദി ഇൻഡസ്ട്രി ഈസ് ഇൻ ലോങ് റൺ ഇക്വിലിബ്രിയം വെൻ എ പ്രൈസ് ഈസ് റീച്ച്ഡ് അറ്റ് വിച്ച് ഓൾ ഫേംസ് ആർ ഇൻ ഇക്വിലിബ്രിയം. എല്ലാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫേംസ് ഉണ്ടാകും. അതിലെ എല്ലാ ഫേംസും ഇക്വിലിബ്രിയത്തിലെത്തുമ്പോഴാണ് ലോങ് റണ്ണിൽ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. മേക്കിംഗ് ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ്സ്, എല്ലാ ഫേംസും എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ പ്രോഫിറ്റാണ് earn ചെയ്യുന്നത്. അണ്ടർ ദീസ് കണ്ടീഷൻസ് ദർ ഈസ് നോ ഫർദർ എൻട്രി ഓർ എക്സിറ്റ് ഓഫ് ഫേംസ് ഇൻ ദി ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ നോർമൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരും ഡിസാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ആരും എക്സിറ്റ് ചെയ്യുന്നില്ല. പിന്നെ മറ്റു ഫേംസിനെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള യാതൊരു ഇൻസെൻറ്റീവും അവിടെ നിലനിൽക്കുന്നില്ല. എക്സസ് പ്രോഫിറ്റാണ് ഒരു ഫേമിനെ അട്രാക്ട് ചെയ്യുന്ന മെയിൻ ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സസ് പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് ആരെയും അട്രാക്ട് ചെയ്യുന്നുമില്ല, അതുകൊണ്ട് ആരും ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നുമില്ല. The long run equilibrium of the industry is shown below. At the market price P, the firms produces at their minimum cost, earning just normal profit. The firm is in equilibrium because at the level of output X, LMC is equal to SMC is equal to P is equal to MR. നമുക്ക് നോക്കാം എന്താണ് ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം കാണിക്കുന്നതെന്ന്. ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിന് സമാനമായിട്ടുള്ള, കാരണം ഈ ഒരു പ്രൈസ് ആയിരിക്കും ആര് ഏറ്റെടുക്കുന്നത്, ലോങ് റണ്ണിലും ഈ ഒരു എല്ലാ ഫേംസും, ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന എല്ലാ ഫേംസും ഏറ്റെടുക്കുന്നത്. വിച്ച് ഈസ് ഒബ്സർവ്ഡ് അറ്റ് മിനിമം പോയിന്റ് ഓഫ് LAC. മിനിമം പോയിന്റ് ഓഫ് LACയിൽ എല്ലാതും ടാൻജൻറ്റ് ചെയ്യുന്നു. ഈ ഒരു ഡിമാൻഡും സപ്ലൈയും തീരുമാനിക്കുന്ന പ്രൈസാണ് ഈ ഒരു ഷോർട്ട് റണ്ണിൽ ഫേം എന്ത് ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്. അറ്റ് ദി പ്രൈസ് P, the industry is in equilibrium because profits are normal and all costs are covered so that there is no incentive for entry and exit. That the firms earns just normal profits are shown by the equality of LAC is equal to SAC is equal to P. ഇതാണ് ഇക്വാളിറ്റിയാണ് SACയുടെയും LACയുടെയും P മീൻസ് ARും P ഒക്കെ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് അച്ചീവ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം എങ്ങനെയാണ്, ജസ്റ്റ് ഈക്വൽ ടു ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രി. സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഈക്വൽ ആവുന്ന P എന്ന് പറയുന്ന പ്രൈസ് ഇൻഡസ്ട്രി തീരുമാനിക്കും. ആ ഒരു പ്രൈസ് ആ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേംസും ഏറ്റെടുക്കും.
നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം അലോക്കേഷൻ. In perfect competition market mechanism leads to optimal allocation of resources. Perfect competition എന്ത് ചെയ്യും? Optimum allocation of resources ആണ് നടക്കുന്നത്. The optimally is shown by the following condition which prevail in the long run equilibrium of the industry. എന്തൊക്കെയാണ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് എന്ന് നോക്കാം. ദി ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി മിനിമം ഫീസിബിൾ കോസ്റ്റ്. മിനിമം ആ ഒരു പോസിബിൾ ആയിട്ടുള്ള ഫീസിബിൾ കോസ്റ്റിലായിരിക്കും ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫേം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ് പേ ദി മിനിമം പോസിബിൾ പ്രൈസ് വിച്ച് ജസ്റ്റ് കവേഴ്സ് ദി MC ഓഫ് ദി പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഈക്വൽ ആയ ഒരു പ്രൈസ് ആയിരിക്കും ആര് പേ ചെയ്യേണ്ടി വരുന്നത്? കൺസ്യൂമേഴ്സ് പേ ചെയ്യേണ്ടി വരുന്നത്. ഇത് ഏറ്റവും മിനിമം പോസിബിൾ കോസ്റ്റാണ്, പോസിബിൾ പ്രൈസാണ്. Then plants are used at full capacity in the long run so that there is no waste of resources. Plants ലോങ് റണ്ണിൽ ഒപ്റ്റിമലി യൂസ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ എല്ലാ കപ്പാസിറ്റിയും യൂസ് ചെയ്തിട്ടായിരിക്കും എല്ലാ പ്ലാന്റ്സും യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കുറവായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ, ഫേംസ് ഓൺലി ഏൺ നോർമൽ പ്രോഫിറ്റ്സ്. ഫേം എന്താണ്? നോർമൽ പ്രോഫിറ്റ്സ് മാത്രമേ ഏൺ ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡൈനാമിക് ചേഞ്ചസ് ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം. ഡൈനാമിക് ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നത്? ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിൽ ഡൈനാമിക് ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോഡൽ ഇൻ ദി ഫോളോയിങ് സിറ്റുവേഷൻസ്. ഈ നമ്മൾ പറയുന്ന 3 സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ്, എ ഷിഫ്റ്റ് ഇൻ മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം എങ്ങനെ സംഭവിക്കുന്നു? എ ഷിഫ്റ്റ് ഇൻ ദി കോസ്റ്റ് ഫോളോയിങ് ചേഞ്ചസ് ഇൻ ഫാക്ടർ പ്രൈസസ്. ഫാക്ടർ പ്രൈസസിലെ ചേഞ്ചസ് കാരണം കോസ്റ്റിൽ എങ്ങനെ ഷിഫ്റ്റ് സംഭവിക്കുന്നു? ദെൻ ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ബൈ ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 3 കണ്ടീഷനുമാണ് ഡൈനാമിക് ചേഞ്ചസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഷിഫ്റ്റ് ഇൻ ദി മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് ഷിഫ്റ്റിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രീസ്. സെക്കൻഡ് വൺ, ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രീസ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രീസ്. കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രീസിലും ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രീസും ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രീസും എങ്ങനെയാണെന്ന് നോക്കാം. An industry is the constant cost industry if the prices of factors of production employed by it remain constant as industry output expands. ഒരു ഇൻഡസ്ട്രി അതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യും തോറും അതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആയിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ അത്തരം ഇൻഡസ്ട്രീനെ കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നു. Then an industry is an increasing cost industry if the prices of factors of production increases as the market expands. ഇൻഡസ്ട്രി അതിൻ്റെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും തോറും, ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യും തോറും അതിൻ്റെ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ഇൻഡസ്ട്രീനെ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് അറിയപ്പെടും. Then an industry is a decreasing cost industry if the prices of factors of production decline as the market expands. മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും തോറും ഒരു ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും തോറും, ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യും തോറും അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഇൻഡസ്ട്രീനെയാണ് നമ്മൾ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി 3 സിറ്റുവേഷനിലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി നമുക്കെങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. Constant cost industries. If the market demand curve of the commodity increases, the equilibrium price will rise in the short run and firms earn economic profit. മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഇൻക്രീസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇക്വിലിബ്രിയം പ്രൈസ് കൂടും, റൈസ് ചെയ്യും. ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം പ്രൈസ് റൈസ് ചെയ്യുകയും ഫേം എന്ത് ചെയ്യും? ഇക്കണോമിക് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്യും. ദിസ് വിൽ അട്രാക്ട് മോർ ഫേംസ് ഇൻ ടു ദി ഇൻഡസ്ട്രി. ഇതെന്ത് ചെയ്യും? മോർ ഫേംസിനെ ഇൻഡസ്ട്രിയിലേക്ക് അട്രാക്ട് ചെയ്യും. ദി ഷോർട്ട് റൺ ഇൻഡസ്ട്രി ഓർ സപ്ലൈ കർവ് ഓഫ് ദി കമ്മോഡിറ്റി ഇൻക്രീസസ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് റൺ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഷോർട്ട് റൺ സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്യും, അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇഫ് ഇൻപുട്ട് പ്രൈസസ് റിമൈൻ കോൺസ്റ്റന്റ്, ദി ന്യൂ ലോങ് റൺ ഇക്വിലിബ്രിയം പ്രൈസ് ഫോർ ദി കമ്മോഡിറ്റി വിൽ ബി ദി സെയിം ആസ് ബിഫോർ ഇൻ ദി ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ്
ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇൻപുട്ട് പ്രൈസസ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ലോങ് റണ്ണിൽ ഇൻപുട്ട് പ്രൈസസ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസസ് ഫോർ ദി കമ്മോഡിറ്റി വിൽ ബി ദി സെയിം. കമ്മോഡിറ്റിയുടെ പ്രൈസസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഡിമാൻഡും സപ്ലൈയും ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് പ്രൈസ് ആയിരുന്നോ അതേ പ്രൈസ് തന്നെ ആയിരിക്കും കമ്മോഡിറ്റിക്കും ചാർജ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് പ്രൈസസ് അല്ലെങ്കിൽ ഫാക്ടർ പ്രൈസസ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ. Then long run industry supply curve for the commodity is horizontal at the minimum LAC. Long run industry supply curve എന്ന് പറയുന്നത് എന്തായിരിക്കും? LACക്ക് മിനിമം LACയിലൂടെ പോകുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. This is constant industry which is shown in the figure. ഇതാണ് എന്ത്? ഇതുകൊണ്ടാണ് അതിന് സപ്ലൈ കർവ് ഹൊറിസോണ്ടലി സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ഇൻഡസ്ട്രി ആണ് അത്തരം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നമുക്കതൊരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് കോൺസ്റ്റന്റ് ഇൻഡസ്ട്രിയെ കാണിക്കുന്നത്. പോയിന്റ് എച്ച് ഇൻ ദി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പാനൽ ഷോസ് ദി ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രി. അതായത് പോയിന്റ് എച്ച്, ഇതും ഈ ഒരു എച്ചും, റൈറ്റ് പാനലിലുള്ള എച്ചും ലെഫ്റ്റ് പാനലിലുള്ള എച്ചും കാണിക്കുന്നത് എന്താണ്? ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം പോയിന്റ്സ് ആണ്. ആൻഡ് ഫെയിം ബിഫോർ ദി ഇൻക്രീസസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇത് ഫെയിമിൻ്റെയും ഇത് ഇൻഡസ്ട്രിയുടെയും ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഈ എച്ച് ഫെയിമിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഇത് ഈ എച്ച് ഇൻഡസ്ട്രിയുടെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ദി ഇൻക്രീസ് ഇൻ ഡി ടു ഡി ഡാഷ് റിസൾട്ട്സ് ഇൻ ദി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് 20. ഇനി ഡി എന്ത് ചെയ്യാണ്? ഡി ഡാഷ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. ഡിമാൻഡ് ഡിയിൽ നിന്നും ഡി ഡാഷ് ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ എന്തായിരിക്കും? പ്രൈസ് ആദ്യം പ്രൈസ് ഇക്വിലിബ്രിയം പോയിന്റിൽ 10 ആയിരുന്നു. ആ പ്രൈസ് എന്തായിട്ട് മാറും? 20 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. At P is equal to 20, each of the 200 identical firms in the industry will produce Q is equal to 10.5 for a total industry output of 2100 units. Then ഓരോ ഫേമും എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 10.5 ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും. ടോട്ടൽ ഇൻഡസ്ട്രി 2100 ആയിരിക്കും ടോട്ടൽ ഇൻഡസ്ട്രിയിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബിക്കോസ് ഈച്ച് ഫേം ഏൺസ് പ്രോഫിറ്റ്സ് അറ്റ് P is equal to 20 more firms enter the industry in the long run. ഇവിടെ നമുക്കറിയാം പ്രൈസ് കൂടിയത് കൊണ്ട് തന്നെ എല്ലാ ഫേംസിനും നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റു ഫേമുകൾക്ക് ഇതൊരു ഇൻസെൻറ്റീവായിട്ട് മാറും. മറ്റു ഫേമുകളെ ഇത് അട്രാക്ട് ചെയ്യുകയും മറ്റു ഫേമുകൾ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയും ചെയ്യും. അതുകൊണ്ട് ഷിഫ്റ്റിംഗ് ദ എസ് ടു ദി റൈറ്റ്, എസ് എന്ത് ചെയ്യും? റൈറ്റിൽ S1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇഫ് ഇൻപുട്ട് പ്രൈസസ് റിമൈൻസ് എസ് കോൺസ്റ്റന്റ്, എസ് ഷിഫ്റ്റ് ടു എസ് ഡാഷ് റീഎസ്റ്റാബ്ലിഷിംഗ് ദി ഒറിജിനൽ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് 10. അതുകൊണ്ട് തന്നെ എസ് ഡാഷ് ആയിട്ട് സപ്ലൈ എന്ത് ചെയ്യും? ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് എവിടെയായിരിക്കും? എച്ച് ഡാഷ് എന്ന് പറയുന്ന ഒരു ന്യൂ ഇക്വിലിബ്രിയം അവിടെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൈസ് 10 ആയിട്ട് വീണ്ടും ഇൻഡസ്ട്രിയിലെ പ്രൈസ് വീണ്ടും 10 ആയിട്ട് കുറയുകയും ചെയ്യും. ഈ എച്ച് ഡാഷ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ എച്ച് ഡബിൾ ഡാഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ എച്ചിനെയും എച്ച് ഡബിൾ ഡാഷിനെയും ടാൻജന്റ് ചെയ്ത് ലോക്കസ് ചെയ്ത് വരയ്ക്കുന്ന പോയിന്റ്, അതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഈ സപ്ലൈ കർവ് എന്താണ്? കോൺസ്റ്റന്റ് ഷേപ്പാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഇൻഡസ്ട്രീസ് കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നത്. At P is equal to 10, each firm produces at the lowest point on LAC and earns zero economic profit H double dash on the left panel. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ LACയുടെ മിനിമം പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ഫേമും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫേമും എന്താണ്? സീറോ എക്കണോമിക് പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത് എച്ച് ഡബിൾ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ. ബൈ ജോയിനിങ് പോയിന്റ് എച്ച് ആൻഡ് എച്ച് ഡബിൾ ഡാഷ് ഇൻ ദി റൈറ്റ് പാനൽ വി ഡിറൈവ് ദി ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ദി ഇൻഡസ്ട്രി സിൻസ് LS ഈസ് ഹൊറിസോണ്ടൽ സോ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ LS എന്ന് പറയുന്ന സപ്ലൈ കർവ്, എച്ചിനെയും എച്ച് ഡബിൾ ഡാഷിനെയും ലോക്കസ് ചെയ്ത് വരയ്ക്കുന്ന സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി സ്ട്രൈറ്റ് ലൈൻ ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ചേഞ്ചസ് ഇൻ ദി കോസ്റ്റ്. സോ എന്താണ്? ഇറ്റ് ഈസ് ദി കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാം. Then increasing cost industries. If input prices rise, more inputs are demanded by an expanding industry. The long run industry supply curve for the commodity will be positively sloped and have an increasing cost industry. ഇവിടുത്തെ സപ്ലൈ കർവ് എന്തായിരിക്കും? പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും. നമ്മൾ കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രീൻ്റെ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള
സപ്ലൈ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ് സപ്ലൈ കർവ് കണ്ടത്. പക്ഷെ ഇൻക്രീസിംഗ് കോസ്റ്റ് ഇൻഡസ്ട്രീന്റെ കേസിൽ എന്തായിരിക്കും, LS എന്ന് പറയുന്ന ഈ ഒരു കർവ് നോക്കുക, എന്താണ് അപ്വേർഡ് ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കാണുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഗ്രേറ്റർ ഔട്ട്പുട്ട് ഓഫ് ദി കമ്മോഡിറ്റി പെർ ടൈം പീരീഡ് വിൽ ബി സപ്ലൈഡ് ഇൻ ദി ലോങ് റൺ ഓൺലി അറ്റ് ഹയർ കമ്മോഡിറ്റി പ്രൈസസ്. കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് ഏത് പ്രൈസിലായിരിക്കും, ഹയർ ആൻഡ് ഹയർ പ്രൈസിലായിരിക്കും കൂടുതൽ സപ്ലൈ ആ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. Starting from the point H in the right and left panel of figure, the increases in D to D dash results in P is equal to 20, at which firms earn economic profit. ആദ്യം 10 എന്ന് പറയുന്ന പ്രൈസ് ആയിരുന്നു H എന്ന് പറയുന്ന ഇക്വിലിബ്രിയത്തിൽ. പിന്നെ എന്ത് ചെയ്തു, ഡിമാൻഡ് D dash ആയിട്ട് ഇൻക്രീസ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, ഈ ഒരു 20 എന്ന് പറയുന്ന പ്രൈസ് ആയിട്ട് എന്ത് മാറി, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയുടെയും ഫേമിൻ്റെയും പ്രൈസ് മാറി. മോർ ഫേംസ് എൻ്റർ ഇൻ ദ ഇൻഡസ്ട്രി അല്ലേ, ആ സമയത്ത് 20 ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്ത സമയത്ത് കൂടുതൽ ഇക്കണോമിക് പ്രോഫിറ്റ് നേടുന്നുണ്ട് എന്ന് കണ്ടിട്ട് കൂടുതൽ ഫേംസ് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയും സപ്ലൈയും പിന്നെ എന്തായി മാറാൻ തുടങ്ങി. എസ് എന്നുള്ള സപ്ലൈ S ഡാഷ് ആയിട്ട് മാറി. If input prices now rise, each firm's per unit cost curve shift up and S shift the right to S dash so as to establish equilibrium. P is equal to minimum, LAC is equal to 15. അപ്പോൾ ഈ ഒരു S ഡാഷ് ആയിട്ട് മാറി D ഡാഷ് എന്ന് പറയുന്ന ന്യൂ ഡിമാൻഡ് കർവ് S ഡാഷ് എന്ന് പറയുന്ന ന്യൂ ഡിമാൻഡ് കർവിനെ സപ്ലൈ കർവിനെ H ഡബിൾ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻ ചെയ്തു. ഒരു ഹയർ പ്രൈസ് ആണ് അവിടെ സംഭവിച്ചത്. 10 എന്നുള്ള ഒരു പ്രൈസിലേക്ക് എന്ത് ചെയ്തില്ല, അത് തിരിച്ചു പോയില്ല. ഒരു ഹയർ പ്രൈസിലാണ് സപ്ലൈ വീണ്ടും കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ H-നെയും H ഡബിൾ ഡാഷിനെയും നമ്മൾ ലോക്കസ് ചെയ്ത് വരയ്ക്കുമ്പോൾ, ടാൻജൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് LS എന്ന് പറയുന്ന ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് കിട്ടി. ഇതാണ് ഈ ഒരു സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഇൻക്രീസിംഗ് കോസ്റ്റ് ഇൻഡസ്ട്രിയാണ് ഇത്തരം കോസ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. Next, decreasing cost industries. It is just opposite of increasing cost industries. An industry is a decreasing cost industry if its long run supply curve has a negative slope. Long run supply curve എന്തായിരിക്കും, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. It indicating that the prices of factors falls as the industry output expands. ഇത് എന്താണ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യും തോറും ഇൻഡസ്ട്രീൻ്റെ ഫാക്ടർ പ്രൈസസ് എന്ത് ചെയ്യാണ്, ഫോൾ ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഗ്രേറ്റർ ഔട്ട്പുട്ട് ഓഫ് കമ്മോഡിറ്റി പെർ ടൈം പീരീഡ് വിൽ ബി സപ്ലൈഡ് ഇൻ ദി ലോങ് റൺ അറ്റ് ലോവർ കമ്മോഡിറ്റി പ്രൈസസ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഓരോ സപ്ലൈയും ചെയ്യുന്നത്, സപ്ലൈ കൂടുതൽ നടത്തുന്നത് എന്താണ്, നിലനിൽക്കുന്ന പ്രൈസിനേക്കാൾ കുറഞ്ഞ ഒരു പ്രൈസിലായിരിക്കും ആ ഒരു ഇൻഡസ്ട്രിയിൽ ഫേംസ് ഓരോ ഔട്ട്പുട്ടും സപ്ലൈ ചെയ്യുന്നത്. സിൻസ് പോയിന്റ് H ഡാഷ് ഫേംസ് ഏൺസ് പ്രോഫിറ്റ്, മോർ ഫേംസ് എൻ്റർ ദ ഇൻഡസ്ട്രി ഇൻ ദി ലോങ് റൺ. H ഡാഷ് എന്ന് പറയുന്ന സമയത്ത് D ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് D ഡാഷ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ന്യൂ ഇക്വിലിബ്രിയം H ഡാഷിൽ സംഭവിക്കുന്നു, സൂപ്പർനോമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു, കൂടുതൽ ഫേംസിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, സപ്ലൈ കർവ് S ഡാഷ് ആയിട്ട് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഒരു നിലനിൽക്കുന്ന പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, H-നെയും H ഡബിൾ ഡാഷിനെയും ടാൻജൻ ചെയ്ത് ലോക്കസ് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഡിക്രീസിങ് കേർവ് നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് കാണിക്കുന്ന ഒരു കേർവ് നമുക്ക് കിട്ടുന്നു. അതാണ് ഫേമിൻ്റെ ലോങ് റൺ ഇൻഡസ്ട്രിയുടെ ലോങ് റൺ ഇക്വിലിബ്രിയം സപ്ലൈ കേർവ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ആണ്. ദാറ്റ് ഈസ് ദി ഇൻഡസ്ട്രി faces decreasing costs. Industry output expands and more input are demanded. If input prices falls, each firm per unit cost curve shift down and S shift to the right to S dash so as to establish equilibrium. P is equal to minimum, LAC dash is equal to 5. By joining point H and H double dash in the right panel, we derive LS, the industry long run supply curve. Since LS is negatively sloped, have a decreasing cost industry. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയാണ്. കാരണം LS എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. ഇനി നെക്സ്റ്റ്, സപ്ലൈ കർവ് ഓഫ് ദി ഫേം ആൻഡ് ഇൻഡസ്ട്രി. ഫേമിൻ്റെയും ഇൻഡസ്ട്രിയുടെയും സപ്ലൈ കർവ് എങ്ങനെയാണെന്ന് നോക്കാം.
This supply curve of the frame may be derived by the points of intersection of its MC curve with the successive demand curve. Assumes that the market price increasing gradually. This causes upward shift to the demand curve of the frame. എന്താണ് മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും തോറും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും തോറും എന്ത് ചെയ്യും ഡിമാൻഡ് കർവ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ സപ്ലൈ കർവ് കാണിക്കുന്നത്. Given the positive slope of the MC curve, each higher demand curve cuts the MC curve to a point which lies to the right of the previous intersection. This implies that the quantity supplied by the firm increases as price rises. Price rise ചെയ്യുന്തോറും quantity supply എന്തായിരിക്കും increase ചെയ്യും. The firm given its cost structure will not supply any quantity if the price was below PW dash. PW dash എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഈ ഒരു പ്രൈസ് ഷിഫ്റ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ PWനേക്കാളും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നോട്ട് സപ്ലൈ എനി ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിയും ആ ഒരു ഫേം സപ്ലൈ ചെയ്യില്ല. ബിക്കോസ് അറ്റ് എ ലോവർ പ്രൈസ് ദി ഫേം ഡസ് നോട്ട് കവർ ഇറ്റ്സ് വേരിയബിൾ കോസ്റ്റ്. നല്ല ലോവർ കോസ്റ്റിൽ ഒരിക്കലും ആ ഒരു ഫേമിന് അവരുടെ വേരിയബിൾ കോസ്റ്റ് പോലും കവർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ആ ഫേം നല്ല രീതിയിൽ പ്രൈസ് കുറയ്ക്കാനായിട്ട് പോകുന്നില്ല. ബിലോ PW ദി ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ദി ഫേം ഈസ് 0. ഈ PWന് താഴെ ഫേമിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, ഈ ഒരു പോർഷൻ നിന്നാണ് ഫേമിൻ്റെ സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുക. As price rises above PW, the quantity supplied increases. ഇനി PWന് മുകളിലായിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. The supply curve of the firm is shown below. The industry supply curve is the horizontal summation of the supply curves of the individual firms. Individual firmsന്റെ horizontal summation of the supply curve ആണ് എന്ത്, individual firmsന്റെ horizontal summation of supply curve ആണ് ഇൻഡസ്ട്രിയുടെ supply curve എന്ന് പറയുന്നത്. It is assumed that the factor prices and the technology are given and that the number of firms is very large. നമ്മൾ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം ആണ്. അവിടെ അസ്യൂം ചെയ്യുന്നത് ഫാക്ടർ പ്രൈസസും ടെക്നോളജിയും കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ഗിവൺ ആണ്. ആ സമയത്ത് മാത്രമല്ല വെരി ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കും. അണ്ടർ ദീസ് കണ്ടീഷൻസ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻ ദി മാർക്കറ്റ് അറ്റ് ഈച്ച് പ്രൈസ് ഈസ് ദി സം ഓഫ് ദി ക്വാണ്ടിറ്റീസ് സപ്ലൈഡ് ബൈ ഓൾ ഫേംസ് അറ്റ് ദാറ്റ് പ്രൈസ്. അപ്പം ക്വാണ്ടിറ്റി സപ്ലൈഡ് ഒരു മാർക്കറ്റിൽ ഒരു ഇൻഡസ്ട്രിയിലെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് സപ്ലൈഡ് ബൈ ഓൾ ഫേംസ് അറ്റ് ദാറ്റ് പ്രൈസ്. നിലനിൽക്കുന്ന പ്രൈസിൽ ഓരോ ഫേമും സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും ആ ഒരു ഇൻഡസ്ട്രിയിലെ ടോട്ടൽ സപ്ലൈ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. The figure below shows the industry supply as a straight line with a positive slope. പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് എന്ത് കാണിക്കുന്നത്, സപ്ലൈ കർവ് കാണിക്കുന്നത്. It should however be noted that the particular shape of the market supply curve depends on the technology and on factor prices as well as the size distribution of the firm in the industry. ഒരു ഫേമിൻ്റെ ഒരു മാർക്കറ്റ് സപ്ലൈ, ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഫേമിൻ്റെ മാർക്കറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെയിനായിട്ടും അതിൻ്റെ ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ ഫാക്ടർ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഫേമിൻ്റെ സൈസ് എത്രയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓൾ ഫേംസ് ആർ നോട്ട് യൂഷ്വലി ഓഫ് ദി സെയിം സൈസ്. എല്ലാ ഫേംസും ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേംസിനും ഒരേ സൈസ് ആയിരിക്കില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്ത് നിലനിൽക്കുന്നത്, ഓരോ ഫേമിൻ്റെയും മാർക്കറ്റ് സപ്ലൈ കർവ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻക്രീസിങ് പോർഷനാണ് SAVCൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന SAVCൻ്റെ ഈ ഒരു ലോവർ പോർഷനിലാണ് SMC കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പ് ചെയ്യുന്ന SMCയുടെ അപ്വേർഡ് പോർഷനെയാണ് എന്ത് ഫേമിൻ്റെ സപ്ലൈ കർവായിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു അപ്വേർഡ് പോർഷനാണ് എന്ത് ഫേമിൻ്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു, ആദ്യം സപ്ലൈ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. PW എന്ന പ്രൈസിന് താഴെ എന്തില്ല, സപ്ലൈ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ആ ഫേമിന് വേരിയബിൾ കോസ്റ്റ് പോലും കവർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് PW എന്ന് പറയുന്ന ലോവർ പ്രൈസിൽ ആദ്യം സപ്ലൈ കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്നു. പിന്നീട് ഓരോ ഹയർ പ്രൈസസ് കൂടുന്തോറുമാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഫേം മോർ ആൻഡ് മോർ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈസ് കൂടുന്തോറും
ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ SMCക്ക് സമാനമായിട്ടുള്ളൊരു സപ്ലൈ കർവ് ആയിരിക്കും എവിടെ നിലനിൽക്കുന്നത്, നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഫേമിൻ്റെ സപ്ലൈ കർവ് എന്താണ്, SMCയുടെ അപ്വേർഡ് സ്ലോപ്പിംഗ് പോർഷനാണ്. എവിടെ നിന്ന് മുതലുള്ള അപ്വേർഡ് സ്ലോപ്പിംഗ്, SAVCയുടെ മിനിമം പോയിന്റ് മുതൽ എന്ത് ചെയ്യും, SMC അപ്വേർഡ് സ്ലോപ്പ് ചെയ്യും. ആ ഒരു SAVC മുകളിലുള്ള അപ്വേർഡ് പോർഷനെയാണ് എന്ത് കാണിക്കുന്നത്, SAVCയുടെ മുകളിൽ വരുന്ന SMCയുടെ അപ്വേർഡ് പോർഷനെയാണ് ഷോർട്ട് റൺ സപ്ലൈ കർവ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, ഡൈനാമിക് ചേഞ്ച് എന്ന് പറയുന്നതാണ് പ്രഡിക്ഷൻ ഓഫ് ദി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോഡൽ വെൻ കോസ്റ്റ് ചേഞ്ച്. കോസ്റ്റസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം. ദി ഇഫക്റ്റ് ഓഫ് എ ചേഞ്ച് ഇൻ കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദി ചേഞ്ച് റിലേറ്റ്സ് ദി ഫിക്സ്ഡ് ഓർ ദി വേരിയബിൾ കോസ്റ്റ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് ആണോ വേരിയബിൾ കോസ്റ്റിലാണോ ചേഞ്ച് ചെയ്തത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ ദി ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റിൽ ഇൻക്രീസ് സംഭവിച്ചാൽ എന്തുണ്ടാവും. അസ്യൂം ദാറ്റ് ദി റെന്റ് ഓഫ് ദി ബിൽഡിംഗ്സ് ഓക്യുപ്പൈഡ് ബൈ എ ഫേം ആർ റൈസ്ഡ്. ഒരു കാര്യം അസ്യൂം ചെയ്യാണ്, നമ്മൾ ബിൽഡിങ്ങിൻ്റെ മേൽ കൊടുക്കുന്ന റെന്റ് കൂടി റൈസ് ചെയ്തു. ദിസ് വിൽ റിസൾട്ട് ഇൻ ആൻ അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ബോത്ത് AFC ആൻഡ് ദി ATC കർവ്സ്. AFC എന്ന് പറയുന്ന കർവിനെ ഇതെന്ത് ചെയ്യും, അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കും. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആവറേജ് ടോട്ടൽ കോസ്റ്റും കൂടും. കാരണം ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു AFC പ്ലസ് AVC എന്നുള്ളതാണ്. AFC കൂടിയാൽ ATCയും കൂടും. However, the AVC and the MC curves are not affected since rents are an element of the fixed cost. അപ്പോൾ റെന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആയതുകൊണ്ട് അത് എന്തിനെ അഫക്റ്റ് ചെയ്യില്ല, AVCയെയും MCയെയും അത് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ AFC കർവിനെയും ATC കർവിനെയും ഓർ AC കർവിനെയും അത് അഫക്റ്റ് ചെയ്യും. ദി ഇഫക്ട്സ് ഓഫ് എ ചേഞ്ച് ഇൻ കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദി ചേഞ്ച് റിലേറ്റ്സ് ടു ദി ഫിക്സ്ഡ് ഓർ ദി വേരിയബിൾ കോസ്റ്റ് ഓഫ് ദി ഫേം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെന്റ് എന്ത് ചെയ്യാണ്, റൈസ് ചെയ്തു. അത് റെന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് AFCനെയും ATCനെയും ബാധിക്കും. അതുകൊണ്ട് AFC കർവും ATC കർവും മാത്രമേ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. AVC കർവും MC കർവും എന്ത് ചെയ്യും, സമാനമായിട്ട് സെയിം ആയിട്ട് നിലനിൽക്കും, അൺഅഫക്റ്റഡ് ആയിട്ട് നിലനിൽക്കും. ഇവിടെ നോക്കുക, നമ്മുടെ AFC കർവ് എന്തായി, ഈ AFC കർവ് AFC ഡാഷ് എന്ന് പറയുന്നിട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ SATC എന്ന് പറയുന്ന ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് SATC ഡാഷ് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ SAVC ഇവിടെ ഒരു ഷിഫ്റ്റും ചെയ്യാതെ സെയിം ആയിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ SMCയും സെയിം ആയിട്ട് നിലനിൽക്കുന്നു. ഇതാണ് എന്തിൻ്റെ, ഫിക്സ്ഡ് കോസ്റ്റിൽ മാറ്റം വരുമ്പോൾ ഒരു ഫേമിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡസ്ട്രിക്ക് എന്ത് മാറ്റം സംഭവിച്ചു, ഡിമാൻഡിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. സപ്ലൈ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം കോസ്റ്റ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു ഫേമിനെ സംബന്ധിച്ച് അവർക്ക് ഒരു നെഗറ്റീവായിട്ടാണ് കോസ്റ്റ് കൂടുന്നത് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, അവരുടെ സപ്ലൈ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സപ്ലൈ കുറയ്ക്കുമ്പോൾ ഡിമാൻഡ് സെയിം ആയിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയിൽ നിന്നും ഈ ഡാഷ് ആയിട്ട് ഇക്വിലിബ്രിയം പിയിലേക്ക് മാറുന്നു അല്ലേ, ലെഫ്റ്റിലേക്ക് മാറുന്നു. പിയിൽ നിന്നും P ഡാഷ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസ് കൂടുന്നു. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി Q ഡാഷ് ആയിട്ട് കുറയുന്നു. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയുന്നു. ഇങ്ങനെയാണ് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കാര്യം. ഇനി വേരിയബിൾ കോസ്റ്റിൻ്റെ കാര്യം നോക്കാം. ആൻഡ് ഇൻക്രീസ് ഇൻ ദി വേരിയബിൾ കോസ്റ്റ്. Assume that market wages are increased. നമുക്കറിയാം മാർക്കറ്റ് വേജ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കോസ്റ്റ് ആണ്. അതുകൊണ്ട് മാർക്കറ്റ് വേജ് ഇൻക്രീസ് ചെയ്തെന്ന് വെച്ചോ, ദിസ് വിൽ കോസ്റ്റ് ഷിഫ്റ്റ് ഓഫ് ദി AVC, ATC ആൻഡ് MC. എന്ത് ഷിഫ്റ്റ് ചെയ്യും, AVCയും ATCയും MC കർവും ഷിഫ്റ്റ് ചെയ്യുന്നു. Curve of the fames upward to the left. MC is also supply curve of the fame. The increase in the variable cost will result in a decrease in the quantity supplied by the fame at the going market price. അപ്പോൾ ഓർക്കുക, ഇവിടെ AFCയിൽ മാത്രമേ മാറ്റം വരാത്തതുള്ളൂ. കാരണം AFC ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഇവിടെ വേജ് ഇൻക്രീസ് ചെയ്തത് കാരണം ഫിക്സ്ഡ് കോസ്റ്റ് അല്ല, വേജ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. അതുകൊണ്ട് AFC എന്ന് പറയുന്ന ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരില്ല. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് സമാനമായിട്ട് നിലനിൽക്കും. ATC വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്താലും ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്താലും ATC എന്തായിരിക്കും, സെയിം ആയിട്ടും ചേഞ്ച് ചെയ്യും. കാരണം AFC പ്ലസ് AVC ആണ് ATC എന്ന് പറയുന്നത്. മാത്രമല്ല വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്താൽ മാത്രമേ MCയും AVCയും ചേഞ്ച് ചെയ്യുകയുള്ളൂ. മനസ്സിലാക്കുക, വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്താലാണ് AVCയും MCയും ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ SMC എന്ത് ചെയ്യും, വേജ് കൂടുന്ന സമയത്ത് SMC ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ലെഫ്റ്റിലേക്ക് SMC ഡാഷ് ആയിട്ട്
മാറും. അപ്പോൾ കോസ്റ്റ് കൂടുക മീൻസ് എന്ത് ചെയ്യും, അവർ പ്രൈസ് കൂട്ടുന്നുണ്ട് ഇവിടെ. ഇത് ഇസ് ഓൾസോ ഈക്വൽ ടു സപ്ലൈ കർവ് ആണ്. ദെൻ പ്രൈസ് ഇവിടുന്ന് മുതൽ സപ്ലൈ കർവ് ആണ്. ദെൻ പി ഡാഷ് എന്ന് പറയുന്ന ഒരു ഹയർ പ്രൈസിൽ എത്തിച്ചേരുന്നു. ഇവിടെ അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. ഡിമാൻഡ് സെയിം ആയിട്ട് നിലനിൽക്കുന്നു. ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയത്തിൽ നിന്നും പി എന്ന് പറയുന്ന പ്രൈസിൽ ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടായിരുന്നു സപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ സപ്ലൈ എന്തായിട്ട് കുറഞ്ഞു, S1 ആയിട്ട് കുറഞ്ഞു. കാരണം SMC ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ സപ്ലൈയും കുറയും. അത് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിമാൻഡ് ഇ ഡാഷ് എന്ന് പറയുന്ന പുതിയ ഇക്വിലിബ്രിയത്തിലെത്തുന്നു. പി ഡാഷ് ആയിട്ട് പ്രൈസ് കൂടുന്നു. ക്യൂ ഡാഷ് ആയിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇതാണ് വേരിയബിൾ കോസ്റ്റിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. Thus, even in the short run, the market supply curve will shift upward to the left, and given the market demand, price will rise. In the new market equilibrium, the number of firms will be the same, but the quantity will be lower and the price higher as compared with the initial equilibrium. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യം തന്നെ. പ്രൈസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇനി ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ബൈ ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇമ്പോസിഷൻ ഓഫ് എ ലംസം ടാക്സ്, ഒരു ലംസം ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻ ദി ഷോർട്ട് റൺ ലംസം ടാക്സ് വിൽ നോട്ട് അഫക്ട് ദി MC കർവ്. ഷോർട്ട് റണ്ണിൽ എന്ത് ചെയ്യില്ല, ലംസം ടാക്സ് MC കർവിനെ അഫക്റ്റ് ചെയ്യില്ല. ഓർക്കുക, ഷോർട്ട് റണ്ണിൽ ലംസം ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് MC കർവിനെ ഷോർട്ട് റണ്ണിൽ അഫക്റ്റ് ചെയ്യില്ല. ദി ഫേം വിൽ കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് ദി സെയിം ഔട്ട്പുട്ട് ആസ് ബിഫോർ ദി ഇമ്പോസിഷൻ ഓഫ് ടാക്സ്. ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഫേം എത്ര പ്രൊഡ്യൂസ് ചെയ്തോ അത്ര തന്നെ ഷോർട്ട് റണ്ണിൽ ആ ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യും. However, if the firm was earning just the normal profits prior to the tax, it will not be covering its ATC at the going market price and will close down in the long run. Long run എന്ത് ചെയ്യും, അവർക്ക് അവരുടെ ഈ ഒരു ആവറേജ് ടോട്ടൽ കോസ്റ്റ് കവർ ചെയ്യാൻ കഴിയാതെ വരികയും അവർക്കൊരു ഫേമിന് ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിന് മുമ്പേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ടാക്സും കൂടെ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നോർമൽ പ്രോഫിറ്റും കിട്ടാതെ വരും. അവർക്ക് കോസ്റ്റ് കവർ ചെയ്യാതെ വരികയും ലോങ് റണ്ണിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്ലോസ് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. Thus, in the long run, market supply curve will shift to the left as firms leaves the industry. ഒരു ഫേം എന്ത് ചെയ്യും, ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ലീവ് ചെയ്യുകയും മാർക്കറ്റ് സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. ദി ഔട്ട്പുട്ട് വിൽ ബി ലോവർ, ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ലോവർ ആവും. ദി പ്രൈസ് ഹയർ ആവും ആസ് കമ്പയർഡ് വിത്ത് ദി പ്രീ ടാക്സ് ഇക്വിലിബ്രിയം. അപ്പോൾ മനസ്സിലാക്കുക, ലംസം ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഷോർട്ട് റൺ MCക്ക് ഒരു തരത്തിലും മാറ്റം സംഭവിക്കില്ല. MC ഓൾസോ ഈക്വൽ ടു സപ്ലൈ കർവ് ഇൻ ദി ലോങ് റൺ ആണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് റണ്ണിൽ MCക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. അതേ ഔട്ട്പുട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷേ ലോങ് റണ്ണിലേക്ക് എത്തുമ്പോൾ അവർക്ക് ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ് വരെ അച്ചീവ് ചെയ്യാൻ കഴിയാതെ വരികയും ടോട്ടൽ കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും ഒന്നും കവർ ചെയ്യാതെ വരികയും അവർക്കൊരു ക്ലോസ് ഡൗൺ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫേംസ് ഇൻഡസ്ട്രിയിൽ നിന്നും ലെഫ്റ്റ് ചെയ്യുകയും സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് മാറുകയും ചെയ്യും. അതായത് സപ്ലൈ കർവ് ഈസ് ഓൾസോ ഈക്വൽ ടു MC. സപ്ലൈ കർവ് അല്ലെങ്കിൽ MC കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പ്രൈസ് കൂടും, ക്വാണ്ടിറ്റി കുറയും. ഇതാണ് ലംസം ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ഇമ്പോസിഷൻ ഓഫ് എ പ്രോഫിറ്റ് ടാക്സ്. പ്രോഫിറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ദിസ് ടാക്സ് ടേക്സ് ദി ഫോം ഓഫ് എ പെർസെൻറ്റേജ് ഓൺ ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റിന്മേൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് പ്രോഫിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദി ഇഫക്ട്സ് ഓഫ് എ പ്രോഫിറ്റ്സ് ആർ ദി സെയിം വിത്ത് ദോസ് ഓഫ് എ ലംസം ടാക്സ്. ലംസം ടാക്സിന്റെ അതേ ഇഫക്റ്റ് തന്നെയാണ് പ്രോഫിറ്റ് ടാക്സിനും വരുന്നത്. ദി പ്രോഫിറ്റ് ടാക്സ് വൈൽ റെഡ്യൂസിങ് ദി പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് ടാക്സ് എന്ത് ചെയ്യും, പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്യും. വിൽ നോട്ട് അഫക്ട് ഇറ്റ്സ് MCനെ അത് അഫക്റ്റ് ചെയ്യില്ല. പ്രോഫിറ്റ് ടാക്സ് MCനെ അഫക്റ്റ് ചെയ്യില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ഇൻ ദി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം ആൻഡ് ദി ഇൻഡസ്ട്രി വിൽ നോട്ട് ചേഞ്ച്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഫേമിൻ്റെയും ഇൻഡസ്ട്രിയുടെയും ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല. ഇൻ ദി ലോങ് റൺ എക്സിറ്റ് ഓഫ് ദി ഫേംസ് വിൽ ബി ഇൻഎവിറ്റബിൾ ഇഫ് ഇൻ ദി പ്രീ ടാക്സ് പീരിയഡ്സ് ഫേം വേർ ഏണിംഗ് ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ്സ്. ലോങ് റണ്ണിൽ എന്ത് ചെയ്യും, ഫേംസിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഇൻഎവിറ്റബിൾ ആയിരിക്കും. ഒഴിവാക്കി കൂടാൻ കഴിയാത്ത ഒന്നാണ് എന്ത്, ഫേമിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത്. എവിടെ, ലോങ് റണ്ണിൽ. കാരണം ആ ഒരു സമയത്ത് ഫേമിന് ജസ്റ്റ് നോർമൽ പ്രോഫിറ്റ്സ് പോലും ഇല്ലാണ്ടാവുന്നു. എങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ. In the long run, the supply in the market would shift to the left and the new equilibrium would be reached with a higher price, lower quantity produced and a smaller number of firms.
അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഫേംസ് ഇൻഡസ്ട്രിയിൽ നിന്നും ലീവ് ചെയ്യുകയും അത് സപ്ലൈനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുകയും ക്വാണ്ടിറ്റി സപ്ലൈ കുറയുകയും ചെയ്യും. എന്താണോ ലംസം ടാക്സിന്റെ ഇഫക്റ്റ് അത് തന്നെയാണ് പ്രോഫിറ്റ് ടാക്സിനും ഉള്ളത്. Then imposition of a specific sales tax. Specific sales taxന്റെ ഒരു ഇമ്പോസിഷൻ എങ്ങനെയാണ് ഫേമിനെയും ഇൻഡസ്ട്രീനെയും അഫക്ട് ചെയ്യുന്നത്? ദിസ് ടേക്സ് ദി ഫോം ഓഫ് എ ഗിവൻ എമൗണ്ട് ഓഫ് മണി പെർ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ഓരോ ഔട്ട്പുട്ട് യൂണിറ്റിന്റെ മേലും ചാർജ് ചെയ്യുന്ന ഒരു മണി എമൗണ്ട് ആണ് എന്ത് സ്പെസിഫിക് സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. സച്ച് ടാക്സ് ക്ലിയർലി അഫക്ട്സ് ദി MC ഓഫ് എ ഫേം. ആ ഒരു ടാക്സ് എന്ത് ചെയ്യും? MC-നെ, ഒരു ഫേമിന്റെ MC-നെ കൃത്യമായിട്ടും അഫക്ട് ചെയ്യും. MC curve which is also the supply curve of the fame will shift upward to the left and price will rise. അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. എന്ത്? സപ്ലൈ കർവ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയും പ്രൈസ് കൂടുകയും ചെയ്യും. ബർഡൻ ഓഫ് ദി സ്പെസിഫിക് ടാക്സ് ദാറ്റ് വിൽ ബോൺ ബൈ ദി കൺസ്യൂമർ ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പം ഇതിന്റെ ഒരു ബർഡൻ ഈ ഒരു കൺസ്യൂമറുടെ മേല് എത്രത്തോളം വരും എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദി മോസ്റ്റ് ഇലാസ്റ്റിക് ദി സപ്ലൈക്ക് ഹയർ ദി പ്രൊപ്പോർഷൻ ഓഫ് ദി ടാക്സ് ദാറ്റ് ദി കൺസ്യൂമർ വിൽ ബിയർ. ഇലാസ്റ്റിക് സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ, സപ്ലൈ കർവ് മോസ്റ്റ് ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ഓഫ് ടാക്സ് കൺസ്യൂമറിൽ നിന്നും കൺസ്യൂമറിനെ ബിയർ ചെയ്യേണ്ട ടാക്സിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ആൻഡ് ലെസ് ദി ബർഡൻ ടു ദി ഫേമിന് ബർഡൻ കുറവായിരിക്കും. എങ്ങനെയാണെങ്കിൽ മോസ്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ കർവ് ആണ് എന്നുണ്ടെങ്കിൽ, ഇലാസ്റ്റിക് സപ്ലൈ കർവ് ആണെന്നുണ്ടെങ്കിൽ ഫേമിന് ബർഡൻ കുറവായിരിക്കും, അതേസമയം കൺസ്യൂമേഴ്സിന്റെ ബർഡൻ കൂടും. ഇതാണ് സ്പെസിഫിക് സെയിൽസ് ടാക്സിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. So long as the supply has a positive slope, the specific tax will be paid partly by the buyer and partly by the firm. സപ്ലൈ കർവ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്പ് ആണെങ്കിൽ സ്പെസിഫിക് ടാക്സിന്റെ ബേർഡന് പാർട്ട്ലി ആയിട്ട് അല്ലെങ്കിൽ പകുതി ആയിരിക്കും. ഹാഫ് ആര് വഹിക്കും? ബയേഴ്സ് വഹിക്കേണ്ടി വരും, ഹാഫ് ഫേമും വഹിക്കും. ദെൻ ദ ബേർഡൻ ഓഫ് ദി ഫേം വിൽ ബി സ്മോളർ ദി ഗ്രേറ്റർ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? ഫേം വിൽ ബി സ്മോളർ ബേർഡൻ. ഫേമിന് സ്മോളർ ബേർഡനും കൺസ്യൂമേഴ്സിന് ഹയർ ബേർഡനും ആയിരിക്കും. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇംപെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫേമിന് ഹയർ ബേർഡനും കൺസ്യൂമേഴ്സിന് ലോവർ ബേർഡനും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.